ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് നമുക്ക് ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് നോക്കാം. മെയിനായിട്ട് ഈ സ്റ്റിക്കി നോട്ട്സാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ചുമരിലൊക്കെ എഴുതി ഒട്ടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി വേഗം അതൊക്കെ ശ്രദ്ധ കിട്ടും. അതായത് അത് പിന്നെ മനസ്സിൽ അതാലോചിച്ചാൽ മതി. ഇതിലുള്ള ഒരു ചെക്ക് ലൈൻഡ് നോട്ട്ബുക്ക് സ്റ്റിക്കി നോട്ടാണ്. ഇത് വളരെ അടിപൊളിയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്. ഇതിൽ നമുക്കിങ്ങനെ കളറൊക്കെ ചെയ്ത് ഒരുപാട് കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ സ്റ്റിക്കി നോട്ടായിട്ട് ഒട്ടിക്കാം. അതാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഒരു പർപ്പിൾ കളേർഡ് നല്ല രസമുള്ള ഒരു സ്റ്റിക്കി നോട്ടാണ്. ഇത് നമുക്കിങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ യൂസ് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് സ്പേസും ഉണ്ട് അതിൽ എഴുതാൻ. ഇതൊരു മെമോ കാർഡ് പോലെയൊക്കെ യൂസ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഇനി അടുത്തതൊരു ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പപ്പി ഷേപ്ഡ് സ്റ്റിക്കി നോട്ടാണിത്. അത്യാവശ്യം പേജസൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല. ഒരു 50 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് അതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഈ ഒരു സ്റ്റിക്കി നോട്ടാണ്. ഇത് അത്യാവശ്യം നല്ല തിക്ക് പേജസാണ്. അത്യാവശ്യം പേജസും വരുന്നുണ്ട്. ഇനി ഞാൻ വാങ്ങിയതൊരു പൗച്ചാണ്. ഇതിന് 99 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ കുറേ എൻ്റെ കളർ പെൻസിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ ഒരു സ്ഥലത്തു നിന്ന് കിട്ടുമല്ലോ വിചാരിച്ച് വെച്ചതാണ്. അതായത് ഇനി നമുക്ക് ഒരുപാട് ജേർണൽസൊക്കെ ചെയ്യണം മെൻ്റൽ ഹെൽത്ത് ഫോക്കസായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റും നമ്മുടെ തോട്ട്സ്. ഇത് ഞാൻ ഡോംസിൻ്റെ ഒരു ബ്രഷ് പെൻ സെറ്റ് വാങ്ങിയതാണ്. ഇത് ബ്രൈറ്റ് കളേഴ്സിൻ്റെയാണ്. 12 കളേഴ്സും പിന്നെ ഒരു മിക്സിങ് ബ്രഷും പിന്നെ ഒരു സിൽവർ കളറുമാണ് വരുന്നത്. ഇത് അതിൻ്റെ പേസ്റ്റൽ സെറ്റാണ്. ഇതിൽ അതേപോലെ 12 കളേഴ്സാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രഷ് പെൻസാണ് ഡോംസിൻ്റെ. ബ്രൈറ്റ് കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ജേർണൽസൊക്കെ ചെയ്യാം. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള മെയിനായിട്ടുള്ള 3 ജേർണൽസാണ്. അത് ഫസ്റ്റ് വൺ അതൊരു പ്ലാനറാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 200+ എന്തോ ആണ് റേറ്റ്. അതായത് ആ റേറ്റിന് ഇത് നല്ല വേർത്താണ്. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഞാൻ സ്റ്റിക്കർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് വെട്ടിയതാണ്. രാമ്യനൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമ്യൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാനതൊക്കെ പ്രിൻ്റ് എടുത്ത് നമുക്കിനി ജേർണൽസൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ കുറച്ച് ഗോൾസ് എഴുതാനും പിന്നെ അതുപോലെ മന്ത്ലി പ്ലാനറും വീക്ക്ലി പ്ലാനറുമാണ് മെയിനായിട്ട് വരുന്നത്. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല പ്ലാനറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേജസാണ്. ഒരു ക്വാളിറ്റിയുള്ള ബുക്കാണ്. ഒരുപാട് 52 വീക്സിനുള്ള സ്പേസ് ഉണ്ട്. ഇനി അടുത്ത 2 ഗ്രിഡ് ലൈൻ നോട്ട്ബുക്കാണ്. ഇത് നമുക്ക് ഒരുപാട് ജേർണൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ജേർണലിങ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊന്നുമില്ല. ജേർണലിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ഓർഗനൈസ് ചെയ്യുക, നമുക്ക് പ്ലാൻ ചെയ്യുക. ഇത് കണ്ടോ, ഇത് ഒരു ഗ്രിഡ് ലൈൻ നോട്ട്ബുക്കാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന്. നല്ല ക്വാളിറ്റിയുള്ള പേജസാണ്. നല്ല അടിപൊളി നോട്ട്ബുക്കാണ്. 172 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ഞാൻ വാങ്ങിയത്. അതായത് ഒരു നോട്ട്ബുക്കിന് അത്യാവശ്യം നല്ല അടിപൊളി നോട്ട്ബുക്കാണ്. ഇനി എൻ്റെ കയ്യിലൊരു സ്കെച്ച് പെൻ സെറ്റാണുള്ളത്. എൻ്റെ മകൾക്ക് എൻ്റെ ഉപ്പ കൊടുത്തയച്ചതാണ് ദുബായിൽ നിന്ന്. പക്ഷെ ഞാനാണിത് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഫെവിക്രിലിൻ്റെ ഒരു പേസ്റ്റൽ അക്രിലിക് കളേഴ്സാണുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. മോൾക്ക് വാങ്ങിയത് തന്നെയാണ്. പക്ഷെ ഞാനാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് നമുക്കിനി എങ്ങനെ മെൻ്റൽ ഹെൽത്ത് ജേർണലിങ് ചെയ്യാമെന്ന് നോക്കാം.